السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാഫാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫുർഖാനിലെ 16 ആയത്ത് വരെയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പൂർത്തിയാക്കിയത്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 17-ാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇനി അല്ലാഹുവല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്ത് ചെറുതായ രൂപത്തിൽ വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമ യഹ്ശുറു, ഒരുമിച്ചു കൂട്ടുന്ന ആ ദിവസം, ഹും അവരെ, വമാ യഅ്ബുദൂന അവർ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളെയും, മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ, ഫയഖൂലു അപ്പോൾ അവൻ ചോദിക്കും, അഅൻതും നിങ്ങളാണോ, അദ്ലൽതും അവരെ പിഴപ്പിച്ചത്, ഇബാദി ഹൗലാഇ എൻ്റെ അടിമകളെ പിഴപ്പിച്ചത് നിങ്ങളാണോ, അം അതല്ല, ഹും ضلوا السبيل ഹും അവർ തന്നെയാണോ, ضلوا പിഴച്ചത്, അസബീൽ വഴിയെ, സന്മാർഗത്തിൽ നിന്ന്. അപ്പോൾ സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയൗമ യഹ്ശുറു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ചു കൂട്ടുന്ന ആ മഹ്ശറയിൽ ആരെയൊക്കെ, ഹും ഒന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ, ഇബാദത്ത് ചെയ്തവർ, അതേ രൂപത്തിൽ വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ ആ ആബിദീങ്ങളായിട്ടുള്ള ആളുകൾ ആരെയാണോ ഇബാദത്ത് ചെയ്തത്, ബിംബത്തെയാകട്ടെ, അതല്ല ദുർമൂർത്തിയാകട്ടെ, മഹാന്മാരാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ആരുമാകട്ടെ, അവരെയൊക്കെ നാളെ പരലോകത്ത്, നാളെ മഹ്ശറയിൽ വെച്ച് അള്ളാഹു ഒരുമിച്ചു കൂട്ടും. സഹോദരങ്ങൾ, നാം മനസ്സിലാക്കേണ്ടത്, കാരണം ഇന്ന്
പല ആളുകളും അല്ലാഹുവല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇവരൊക്കെ മരണപ്പെട്ട് നാളെ ആ ഭീകരമായ പരലോകത്തെത്തുമ്പോൾ ആ ഭീകരമായ അവസ്ഥ അവർ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നിപ്പോകും, വിചാരണ വന്നുപോകും, നമ്മൾ ഇബാദത്ത് ചെയ്ത ആ ദുർമൂർത്തികൾ, നമ്മൾ ഇബാദത്ത് ചെയ്ത ആ മഹാന്മാർ, അവർ ഇവിടെ സഹായത്തിന് വന്നിരുന്നുവെങ്കിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന് ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിം എന്ന പേരിൽ അറിയപ്പെട്ട ഒരുപാട് മനുഷ്യർ. ഇന്നും അവരുടെ വാദം എന്താണ്? അവർ അല്ലാഹുവല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ബറക്കത്തൊടുത്തുകൊണ്ടിരിക്കുന്നു, നേർച്ച വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ ചില ശൈഖന്മാരെ മുരീദായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. എന്താണ്? ആ ശൈഖന്മാർ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന വിചാരത്തിലാണ്, അല്ലേ? ഒരുപാട് ആളുകളുണ്ട്. മുഹീദ്ദീൻ മാല നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, അല്ലേ, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. സുബ്ഹാനല്ലാഹ്. മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് മഹാപണ്ഡിതനാണ്, സലഫി പണ്ഡിതനാണ്, മുജദ്ദിദാണ്, സംശയമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മേൽ കള്ളമായി ഉദ്ധരിച്ച ഒരു വരിയാണ്. അതായത് മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഖ്വാജന്മാർ അവർ നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകുമെന്ന വിചാരത്തിലാണ് സഹോദരങ്ങളെ ഇന്ന് പല ആളുകളും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും അല്ലാഹുവല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നമസ്കരിക്കാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല? ആ സമയത്ത് അദ്ദേഹം തന്ന മറുപടിയാണോ, ഞാൻ ഇന്ന ഷെയ്ഖിൻ്റെ മുരീദാണ്, അദ്ദേഹത്തിൻ്റെ വർഷാവർഷ ഉറൂസിന് പോവുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കുകളാണ് വയൗമ യഹ്ശുറുഹും, അവരെയും നാളെ മഅ്ശറയിൽ കൊണ്ടുവരും, ഒരുമിച്ച് കൂട്ടും. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ അവരാരെയാണോ ഇബാദത്ത് ചെയ്തത്, സഹായം ചോദിച്ചത്, നേർച്ച വഴിപാടുകൾ നടത്തിയത്, അതെന്ത് ഇബാദത്താകട്ടെ, അവരെയും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്നുള്ളതാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് പറയുന്നുണ്ട്, ഫാത്തിമ, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് കഴിയില്ല. നിനക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം. നീ അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപ്പയായ മുഹമ്മദിന് കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അല്ലേ? റസൂലിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആര്? തൻ്റെ സഹോദരൻ അബൂ താലിബ്, അല്ലേ? ഒരുപാട് സഹായിച്ച വ്യക്തിത്വം. പക്ഷേ റസൂലിന് ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചു, അല്ലേ? കാഫിറായി ചത്തുപോയതല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാരെക്കാളും മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും തൻ്റെ മകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. എന്നിട്ട് അള്ളാഹു അതേ ആയത്തിൽ പറയുന്നുണ്ട്, എന്ത്? ഫയഖൂലു, അള്ളാഹു ആ വിഗ്രഹങ്ങളോട്, ആ ദുർമൂർത്തികളോട്, നമ്മൾ ആരെയാണോ ഇബാദത്ത് ചെയ്തത്, അത് മഹാന്മാരാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഖബറിലുള്ള ആളുകളാകട്ടെ, പുണ്യപുരുഷന്മാരാകട്ടെ, അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആ അന്തും അദ്ലൽതും, നിങ്ങളാണോ പിഴപ്പിച്ചത്? ഇബാദി ഹഉലാഇ, എൻ്റെ അടിമകളെ പിഴപ്പിച്ചത് നിങ്ങളാണോ? ഇതേ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ മാഇദയിൽ 115-ാമത്തെ ആയത്ത്, വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം
ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, അഅൻതും ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ. അല്ലാഹുവിന് പുറമെ നിന്റെ ഉമ്മയെയും നിന്നെയെയും ഇലാഹായി സ്വീകരിക്കാൻ ജനങ്ങളോട് ഈസാ നീ പറഞ്ഞിട്ടുണ്ടോ? സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, ഖാല സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ. അല്ലാഹുവേ എനിക്ക് ഒരു അവകാശവും ഇല്ലാത്തത് പറയുവാൻ എനിക്ക് പാടില്ലല്ലോ. എനിക്ക് അവകാശമില്ലാത്തത് പറയുവാൻ എനിക്ക് പാടുള്ളതല്ലല്ലോ. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു. എന്താണ്? ഞാനത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഈസാ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി. അതിൻ്റെ അർത്ഥം, ഞാൻ ഒരാളോടും എൻ്റെ ഇബാദത്തെടുക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. നീയാണ് ഗൈബറിയുന്നവൻ, നിനക്കറിയാലോ ഞാൻ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഒരു ദൂതൻ മാത്രമാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് അള്ളാഹു ചോദിക്കുന്ന സമയത്ത് പറയുമെന്ന് സഹോദരങ്ങൾ ഖുർആൻ സാക്ഷിയാണ്. അപ്പോൾ നമ്മൾ ആരൊക്കെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ, അത് മൊഹീദ്ദീൻ ഷെയ്ഖാകട്ടെ ഏത് ഹോജാകട്ടെ, നാളെ അള്ളാഹു അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, അള്ളാഹുവേ ഞാൻ പറഞ്ഞിട്ടില്ല. അത് വരുന്ന ആയത്തിൽ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്കപ്പം മനസ്സിലാക്കാം. എന്നിട്ട് അള്ളാഹു വീണ്ടും അതല്ല ഹും വല്ലു സബീൽ, അല്ലെങ്കിൽ ഇവർ തന്നെ ഈ ഹിദായത്തിൽ നിന്ന്, സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോയതാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇനി വരുന്ന ആയത്തിൽ സഹോദരങ്ങളെ, ആരെയാണോ നമ്മൾ ഇബാദത്ത് ചെയ്തത്, അതിൽ നല്ല ആളുകൾ, അവർ കൊടുക്കുന്ന മറുപടിയാണ്, നാളെ മഹ്ശറിൽ വെച്ചിട്ട് അവർ കൊടുക്കുന്ന മറുപടിയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ കൃത്യമായി തന്നെ പഠിക്കാം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. അള്ളാഹു അല്ലാത്ത ഒരു മനുഷ്യനെയോ ഒരു ബിംബത്തെയോ ഒരു ജിന്നിനെയോ ഒരാളെയോ ദുർമൂർത്തിയെയോ മയ്യത്തിനെയോ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഏത് ഇബാദത്തുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കണം. അതല്ലാത്ത പക്ഷം ആരെയാണോ ഇബാദത്ത് ചെയ്തത് അവർ നാളെ പരലോകത്ത് അള്ളാഹു കൊണ്ടുവരും. അവരോട് അള്ളാഹു ചോദിക്കും, എന്നിട്ട് അവർ എന്താണ് പറയുന്നത് എന്ന്, നല്ലവരാണെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്ന് സഹോദരങ്ങളെ വരുന്ന 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വരുന്ന ക്ലാസ്സിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ച ഇൽമ് അത് നാഫിയായ ഇൽമാക്കി മാറ്റട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.